ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് +1 HSC +1 ഇംഗ്ലീഷ് വിഭാഗത്തില് യൂണിറ്റ് 1 ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് ആയിരുന്നു. ആ യൂണിറ്റ് 1 മൂന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിന്റെ പേര് ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്, അല്ലെങ്കിൽ ഒരു എല്ലാത്തിന്റെയും തിയറിയെ പറ്റിയിട്ടുള്ള ഒരു അന്വേഷണം, എല്ലാത്തിന്റെയും സിദ്ധാന്തത്തിനെ പറ്റിയിട്ടുള്ള ഒരു അന്വേഷണം എന്നാണ് ഈ ലെസണിന്റെ പേര്. ഈ ലെസൺ എഴുതിയിരിക്കുന്നത് കിറ്റി ഗെയിൽ ഫെർഗൂസൺ ആണ് ഈ ലെസണിന്റെ റൈറ്റർ. ഈ ലെസൺ ഭൂമിയുടെ തന്നെ നമ്മുടെ ലോകം കണ്ടതില് ഏറ്റവും വലിയൊരു അത്ഭുത ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിൻസിനെ പറ്റിയിട്ടുള്ള ഒരു ലെസണാണിത്. നിങ്ങൾക്കറിയാമായിരിക്കും, പ്രപഞ്ചത്തിൽ ബ്ലാക്ക് ഹോളുകളുടെ എക്സിസ്റ്റൻസിനെ പറ്റി ഇവിടെ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാൽക്കുലേഷൻസും അദ്ദേഹത്തിന്റെ ബുദ്ധിയും ഉപയോഗിച്ച് വ്യക്തമായി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ ഹോക്കിൻസ്. അപ്പോ നിങ്ങൾക്ക് തമോഗർത്തങ്ങൾ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളുകളെ പറ്റി അറിയാനായിട്ട് സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ലെസണിലേക്ക് പോകാം. അപ്പോൾ ഈ ലെസൺ ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്. ക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്വേഷണം എന്നാണ് അർത്ഥം, തിയറി എന്ന് പറഞ്ഞാൽ സിദ്ധാന്തം. അപ്പോൾ നമുക്ക് ലെസൺ തുടങ്ങാം. ഓൺ 29 April 1980, in the Cockcroft lecture room, many scientists and university dignitaries were seated. ഒരു ലെക്ചർ റൂമാണ് സ്ഥലം. അത് തുടങ്ങുമ്പോൾ ലെക്ചർ റൂമാണ് നമ്മൾ കാണുന്നത്. അവിടെ ആരൊക്കെയുണ്ട്? ഒരുപാട് വിശിഷ്ടരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ നിരന്നിരിക്കുന്ന ഒരു ലെക്ചർ റൂമാണ്. 1980 April 29 ആണ് സമയം. അപ്പോ the occasion was the inaugural lecture by a new Lucasian professor of mathematics, Stephen Hawking. അവിടെ നടക്കാൻ പോകുന്നത് സ്റ്റീഫൻ ഹോക്കിൻസിന്റെ പ്രസംഗമാണ് നടക്കാൻ പോകുന്നത്. അദ്ദേഹം ഒരു ലുക്കേഷ്യൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ്. ലുക്കേഷ്യൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ മാത്തമാറ്റിക്സ് പ്രൊഫസേഴ്സിന്റെ സർക്കിളിനെയാണ് ലുക്കേഷ്യൻ പ്രൊഫസർ ഓഫ് ലുക്കേഷ്യൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അത് ഹെൻറി ലൂക്കാസ് ആണ് ഈ ഒരു സർക്കിളിന്റെ ഫൗണ്ടർ. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ സർക്കിൾ ലുക്കേഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. സ്റ്റീഫൻ ഹോക്കിൻസ് വാസ് എ മാത്തമാറ്റീഷ്യൻ ആൻഡ് ഫിസിസ്റ്റ്. സ്റ്റീഫൻ ഹോക്കിൻസ് ഒരു മാത്തമാറ്റീഷ്യൻ ആണ്, ഫിസിസ്റ്റുമാണ്. ഫിസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭൗമശാസ്ത്രജ്ഞൻ. ഹി വാസ് 38 years old. അദ്ദേഹത്തിന് അന്നേരം 38 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. അപ്പോ ഒന്നും കൂടി മനസ്സിലാക്കാം. ഒരു ലെക്ചർ റൂമാണ് സ്ഥലം. കോക്രോഫ്റ്റ് ലെക്ചർ റൂമിനകത്ത് ഇനോഗ്രൽ ഫംഗ്ഷനിൽ സ്റ്റീഫൻ ഹോക്കിൻസിന്റെ ഇനോഗ്രൽ പ്രസംഗത്തിന് വേണ്ടി ആൾക്കാർ, വിശിഷ്ടരായിട്ടുള്ള ശാസ്ത്രജ്ഞരും മറ്റും കാത്തിരിക്കുന്ന ഒരു ഒക്കേഷനിലാണ് ഈ ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. The title of the lecture was "Is the End in Sight for Theoretical Physics?" ഈ സ്പീച്ചിന്റെ ടോപ്പിക് എന്തായിരുന്നു? Is the end in sight for theoretical physics? അതായത് സൈദ്ധാന്തികപരമായിട്ടുള്ള ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഭൗതികശാസ്ത്രം, സൈദ്ധാന്തികപരമായിട്ടുള്ള ഭൗതികശാസ്ത്രം അതിന്റെ എൻഡിൽ എത്തിക്കഴിഞ്ഞോ, അല്ലെങ്കിൽ അതിന് ഇനി സ്കോപ്പില്ലേ, സിദ്ധാന്തങ്ങൾ നശിക്കുകയാണോ? അതാണ് ആ സ്പീച്ചിന്റെ ടോപ്പിക്. His listeners were surprised when Hawkins said it was. ഹോക്കിൻസ് പറഞ്ഞത് അതെ, സിദ്ധാന്തങ്ങൾ അതിന്റെ എൻഡ് കാണുകയാണ്. ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്ത്, he invited them to join him in a sensational escape through the time and space to find the holy grail of science. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹം കേൾവിക്കാരെ മറ്റൊരു അത്ഭുതകരമായിട്ടൊരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അതിനിവിടെ അലങ്കാരികമായിട്ട് പറഞ്ഞിരിക്കുന്നത് സയൻസിന്റെ ഹോളി ഗ്രെയിൽ കണ്ടുപിടിക്കാനുള്ള ഒരു അത്ഭുത യാത്രയിലേക്കാണ്
കേൾവിക്കാരെ കൊണ്ടുപോയത്. ഹോളി ഗ്രെയിൽ എന്ന് പറയുന്നത് ഒരു ബിബിളിക്കലായിട്ടുള്ള ഒരു പ്രയോഗമാണ്, അല്ലെങ്കിൽ ബൈബിളുമായിട്ട് കണക്ട് ചെയ്ത ഒരു വാക്കാണ് ഹോളി ഗ്രെയിൽ. ഗ്രെയിൽ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു പാത്രമാണ്. അതായത് ജീസസ് ക്രൈസ്റ്റിന്റെ ലാസ്റ്റ് സപ്പർ സമയത്ത് അദ്ദേഹം വൈൻ കുടിച്ച പാത്രമാണ് ഹോളി ഗ്രെയിൽ. ആ പാത്രത്തിൽ തന്നെയാണ് അദ്ദേഹം ക്രൂശിതനായ സമയത്ത് അദ്ദേഹത്തിന്റെ ഹോളി ബ്ലഡ് ശേഖരിക്കപ്പെട്ടതും എന്നാണ് വിശ്വാസം. അപ്പോൾ ഈ ഒരു പാത്രം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും ഈ പാത്രത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടെന്നും ചിലരത് കണ്ടെത്തിയെന്നും അങ്ങനെ കുറെ മിസ്റ്റിക്കലായിട്ടുള്ള നിഗൂഢമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഹോളി ഗ്രെയിലുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. അപ്പോ അങ്ങനെ ഒരു ഹോളി ഗ്രെയിൽ കണ്ടുപിടിക്കാനുള്ള ഒരു അത്ഭുതകരമായ ഒരു യാത്രയിലേക്ക് സ്റ്റീഫൻ ഹോക്കിൻസ് കേൾവിക്കാരെ കൊണ്ടുപോയി. അതിന്റെ അർത്ഥം വേറെയൊന്നുമല്ല, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ കേൾവിക്കാരെ അത്ഭുതപ്പെടുത്തിയെന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോകാം. Stephen Hawking sat silently in a wheelchair as one of his students read his lecture to the audience. അപ്പോ എന്താണ് കേൾവിക്കാർ കണ്ടത്? സ്റ്റീഫൻ ഹോക്കിൻസ് വീൽ ചെയറിൽ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ആണ് അദ്ദേഹം തയ്യാറാക്കിയ ലെക്ചർ വായിച്ചു കേൾപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതായിരിക്കും, സ്റ്റീഫൻ ഹോക്കിൻസ് ചെറുപ്പത്തിൽ തന്നെ ഒരു അപൂർവമായ ഒരു രോഗത്തിന് അടിമപ്പെട്ടു പോവുകയും പിന്നീട് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറം ലോകം അറിഞ്ഞത് വളരെ അത്ഭുതകരമായിട്ടുള്ള കമ്പ്യൂട്ടർ ടെക്നോളജി അല്ലെങ്കിൽ റോബോട്ടിക് ടെക്നോളജി വഴി, ബ്രെയിൻ മാപ്പിംഗ് ഒക്കെ വഴിയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ ആശയങ്ങൾ ലോകം തിരിച്ചറിയുകയും അത്ഭുതപ്പെടുകയും ചെയ്തത്. അപ്പോ അദ്ദേഹത്തിന് സംസാരിക്കാനോ ഒന്നും മൂവ് ചെയ്യാനോ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലായി പോയ ഒരു ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ ഹോക്കിൻസ്. അപ്പോൾ അദ്ദേഹം വീൽചെയറിൽ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ലെക്ചർ വായിച്ചു തുടങ്ങുകയാണ്. Judging by his appearance, Hawking did not look the kind of person to lead any adventure. അദ്ദേഹത്തിന്റെ രൂപം കാണുകയാണെങ്കിൽ ഒരു അഡ്വഞ്ചറും, ഇവിടെ അഡ്വഞ്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ വിശിഷ്ടമായ ഒരു പ്രസംഗത്തിനെയാണ് അഡ്വഞ്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു പ്രസംഗം ലീഡ് ചെയ്യാനോ അത്ര വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കാനോ പറ്റിയ ഒരു ആളാണ് അദ്ദേഹം എന്ന് അദ്ദേഹത്തെ കണ്ടാൽ തോന്നില്ല. അത്രയ്ക്ക് ദുർബലരായ ഒരു രൂപമായിരുന്നു സ്റ്റീഫൻ ഹോക്കിൻസിന്റേത്. അടുത്തത്, ഹോക്കിൻസ് വാസ് ബോൺ ഓൺ 8th January 1942. 8th ജാനുവരിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഇംഗ്ലണ്ടിലാണ് അദ്ദേഹം ജനിച്ചത്. ഓക്സ്ഫോർഡ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന ഓക്സ്ഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. ഇറ്റ് വാസ് എക്സാക്ട്ലി 300 years ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഗലീലിയോ. ഗലീലിയോയുടെ മരണത്തിന് കൃത്യം 300 വർഷങ്ങൾക്ക് ശേഷമാണ് സ്റ്റീഫൻ ഹോക്കിൻസ് ജനിക്കുന്നത്. ഗലീലിയോ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ ലോകത്തിൽ തന്നെ ഉണ്ടായ സത്യം, അതായത് ശാസ്ത്രത്തിന്റെ സത്യം ആദ്യമായിട്ട് വിളിച്ചു പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി പരന്നതാണെന്ന് വിശ്വസിച്ചിരുന്ന സമയത്ത് ആദ്യമായിട്ട് ഭൂമി പരന്നതല്ല, ഭൂമി ഉരുണ്ടതാണെന്നുള്ള സത്യം പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ. ഗലീലിയോയുടെ മരണത്തിന് 300 വർഷങ്ങൾക്ക് ശേഷമാണ് സ്റ്റീഫൻ ഹോക്കിൻസ് ജനിക്കുന്നത്. ഈ ഒരു സത്യം ബൈബിളിനും മതഗ്രന്ഥങ്ങളിലും എഴുതിയിരുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് എതിരെ ഈ ഒരു സത്യം വിളിച്ചു പറഞ്ഞ കുറ്റത്തിന് ഗലീലിയോയെ കൊലപ്പെടുത്തുകയാണ് അന്നത്തെ ജനത ചെയ്തത്. അടുത്തത്, ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിൻ. നമ്മുടെ സ്റ്റീഫൻ ഹോക്കിൻസിന്റെ പേരൻസിനെ പറ്റിയിട്ടാണ് ഇപ്പൊ പറയുന്നത്. സ്റ്റീഫൻ ഹോക്കിൻസിന്റെ പേരൻസ് ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിൻസ് ആണ്. ദേ വേർ നോട്ട് വെൽത്തി. അവര് അധികം സാമ്പത്തിക ശേഷിയൊന്നും ഉണ്ടായിരുന്ന ഒരു ഫാമിലിയിലായിരുന്നില്ല സ്റ്റീഫൻ ഹോക്കിൻസ് ജനിച്ചത്. ബട്ട് ദേ ബിലീവ്ഡ് ഇൻ ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ. പക്ഷെ അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ മൂല്യത്തെ പറ്റി വളരെയധികം ബോധ്യമുള്ള പേരൻസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പേരൻസ്. So they wanted to send Stephen to Westminster Public School, which is in the heart of London. ലണ്ടനിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്കൂളാണ് വെസ്റ്റ്മിനിസ്റ്റർ പബ്ലിക് സ്കൂൾ. അവിടെ ചേർത്ത് തങ്ങളുടെ മകനെ പഠിപ്പിക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം.
പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സ്റ്റീഫൻ വാസ് ഇൽ അറ്റ് ദ ടൈം ഓഫ് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ഫോർ വെസ്റ്റ്മിനിസ്റ്റർ പബ്ലിക് സ്കൂളിലേക്കുള്ള സ്കോളർഷിപ്പ് എക്സാമിനേഷൻ, അതായത് എൻട്രൻസ് എക്സാമിനേഷന്റെ സമയത്ത് അദ്ദേഹം സുഖമില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ അഡ്മിഷൻ എടുക്കാൻ സാധിച്ചില്ല. സോ ഹി അറ്റൻഡഡ് ദ ലോക്കൽ സെയിന്റ് ആൽബാൻസ് സ്കൂൾ. അതുകൊണ്ട് അദ്ദേഹം സെയിന്റ് ആൽബാൻസ് എന്ന് പറയുന്ന ഒരു സാധാരണ സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത്. ബൈ ദ ടൈം ഹി വാസ് 8, ഹി വാസ് തിങ്കിങ് ഓഫ് ബിക്കമിങ് എ സയന്റിസ്റ്റ്. 8 വയസ്സ് മുതൽ തന്നെ സ്റ്റീഫൻ ഹോക്കിൻസിന് ഒരു ശാസ്ത്രജ്ഞനാകണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ടായി. ഹിസ് ഫാദർ എൻകറേജ്ഡ് ഹിം ടു സ്റ്റഡി മെഡിസിൻ. പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തോട് മെഡിസിൻ പഠിക്കാനാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഡോക്ടർ ചികിത്സാ ശാസ്ത്രം പഠിക്കാനാണ് പറഞ്ഞത്. പക്ഷേ സ്റ്റീഫൻ ഫൗണ്ട് ബയോളജി ടു ഇംപ്രിസൈസ്. എന്നാൽ ബയോളജി, ജൈവശാസ്ത്രം എന്ന് പറയുന്നത് സ്റ്റീഫൻ ഹോക്കിൻസിന് ഇംപ്രിസൈസ് ആയിട്ടാണ് അനുഭവപ്പെട്ടത്, അല്ലെങ്കിൽ ഒരു കൃത്യതയില്ലാത്ത ഒരു ശാസ്ത്രമായിട്ടാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. ഹി വാണ്ടഡ് എ സബ്ജക്ട് ദാറ്റ് ഗേവ് എക്സാക്ട് ആൻസേഴ്സ് ആൻഡ് സോ ഹി കുഡ് ഗെറ്റ് ഇൻ ടു ദ റൂട്ട് ഓഫ് തിങ്സ്. അദ്ദേഹം പഠിക്കാൻ ആഗ്രഹിച്ചത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകുന്ന ഒരു ശാസ്ത്രശാഖയാണ് അദ്ദേഹം പഠിക്കാൻ ആഗ്രഹിച്ചത്. സ്റ്റീഫൻ വാസ് നോട്ട് എ മിറക്കിൾ ബോയ്. അദ്ദേഹം ഒരു അത്ഭുത ബാലനൊന്നും ആയിരുന്നില്ല. ഹി വാസ് ജസ്റ്റ് ആൻ ഓർഡിനറി ഇംഗ്ലീഷ് ബോയ്. ഒരു സാധാരണ ഒരു ഇംഗ്ലണ്ടിലെ കുട്ടിയായിരുന്നു അദ്ദേഹം. ഹി വാസ് ലോ ഇൻ ലേണിംഗ് ടു റീഡ് ആൻഡ് ഹിസ് ഹാൻഡ് റൈറ്റിംഗ് വാസ് ബാഡ്. അദ്ദേഹം എഴുത്തും വായനയ്ക്കും ഒക്കെ വളരെ പിന്നോക്കം നിന്നിരുന്ന ഒരു കുട്ടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഹാൻഡ് റൈറ്റിംഗും വളരെ മോശമായിരുന്നു. ഹി വാസ് റാങ്ക് സംവേർ ഇൻ ദ മിഡിൽ ഓഫ് ദ ക്ലാസ്. ഒരു മിഡിലായിരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലെ ലെവല്. ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അദ്ദേഹം. In his defense, Stephen Hawking now says it was a very bright class, meaning he was not among the top students because all the students in the class were very bright. അദ്ദേഹം ഇപ്പൊ പറയുന്നത് അന്ന് അദ്ദേഹം പഠിച്ചിരുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ മിടുക്കന്മാരുടെ ക്ലാസ് ആയിരുന്നു. അതായത് ബാക്കി കുട്ടികളൊക്കെ അദ്ദേഹത്തെക്കാട്ടിലും മികവ് പുലർത്തിയിരുന്ന കുട്ടികളായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. At 14, Stephen decided to study mathematics and physics. 14ാമത്തെ വയസ്സിൽ അദ്ദേഹം മാത്തമാറ്റിക്സും ഫിസിക്സും പഠിക്കാനാണ് തീരുമാനിച്ചത്. His father was not happy because he said there were no jobs in mathematics except teaching. പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛന് അതിൽ താല്പര്യമില്ലായിരുന്നു. കാരണം അച്ഛന്റെ അഭിപ്രായത്തില് മാത്തമാറ്റിക്സ് പഠിച്ചാൽ ഒരു ടീച്ചറിന്റെ ജോലി മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ, അധിക സാധ്യതകൾ ഇല്ലാത്തൊരു വിഷയമാണ് മാത്തമാറ്റിക്സ് എന്നായിരുന്നു അച്ഛന്റെ വിശ്വാസം. Moreover, he wanted his son to attend Oxford, where he himself had studied. മാത്രമല്ല അദ്ദേഹത്തിന്റെ അച്ഛന് സ്റ്റീഫൻ ഹോക്കിൻസിനെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. അതിനൊരു കാരണവും കൂടി ഉണ്ടായിരുന്നു. സ്റ്റീഫൻ ഹോക്കിൻസിന്റെ അച്ഛനും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ തന്നെയായിരുന്നു പഠിച്ചിരുന്നത്. ബട്ട് ഓക്സ്ഫോർഡ് ഓഫേർഡ് നോ മാത്തമാറ്റിക്സ്. എന്നാൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഇല്ലായിരുന്നു. സോ അതുകൊണ്ട് സ്റ്റീഫൻ ഫോളോഡ് ഹിസ് ഫാദേഴ്സ് അഡ്വൈസ് ആൻഡ് സ്റ്റഡീഡ് കെമിസ്ട്രി. അതുകൊണ്ട് സ്റ്റീഫൻ ഹോക്കിൻസ് അച്ഛന്റെ ഉപദേശം അനുസരിച്ച് കെമിസ്ട്രി പഠിക്കാൻ തീരുമാനിച്ചു. Chemistry, physics and only little mathematics in preparation for the entrance to Oxford. അപ്പോൾ അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എൻട്രൻസിന് വേണ്ടിയിട്ട് അച്ഛൻ പറഞ്ഞ സബ്ജക്റ്റുകളായിട്ടുള്ള ഫിസിക്സും കെമിസ്ട്രിയും അല്പം മാത്തമാറ്റിക്സും പഠിക്കാൻ തീരുമാനിച്ചു. He did well in physics and was accepted there. അങ്ങനെ അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. അവിടെ വെച്ച് അദ്ദേഹം ഫിസിക്സിൽ വളരെയധികം മികവ് പുലർത്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ വളരെയധികം അക്സെപ്റ്റഡ് ആയി. എല്ലാവരുടെയും ഇടയിൽ പോപ്പുലർ ആയ ഒരു മനുഷ്യനായിട്ട് മാറി. In 1959, at 17, Hawking went to Oxford to study natural science and to specialize in physics. ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ലെസൺ +1 വിഭാഗത്തിലെ HSC +1 വിഭാഗത്തിലെ ഇംഗ്ലീഷിനകത്ത് യൂണിറ്റ് 1ലെ 3ാമത്തെ ലെസൺ, അതായത് കിറ്റി ഗെയിൽ ഫെർഗ്യൂസൺ എഴുതിയ
ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവ്രിതിങ് എന്നുള്ള ലെസണാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന വിശിഷ്ടനായ സയന്റിസ്റ്റിനെ പറ്റിയിട്ടുള്ള ലെസൺ ആയിരുന്നു അത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. അപ്പോൾ ആ വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടത്തെ പറ്റി പറഞ്ഞത് ഒന്നും കൂടി പറയാം. സ്റ്റീഫൻ ഹോക്കിങ്സിന് മാത്സും ഫിസിക്സും പഠിക്കാനായിരുന്നു ആഗ്രഹം. അദ്ദേഹം ഒരു പേരുകേട്ട ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു, ഫിസിസിസ്റ്റ് ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഫാദറിന് അദ്ദേഹത്തെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വിട്ട് പഠിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. കാരണം അദ്ദേഹവും, അതായത് ഫാദറും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡിഗ്രി എടുത്തിട്ടുള്ളത്. എന്നാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ മാത്തമാറ്റിക്സ് ഇല്ലായിരുന്നു. എന്നാലും അച്ഛന്റെ ഉപദേശം അനുസരിച്ച് ഓക്സ്ഫോർഡിൽ തന്നെ പഠിക്കാൻ സ്റ്റീഫൻ ഹോക്കിങ്സ് തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് കെമിസ്ട്രിയും ഫിസിക്സും കുറച്ച് അല്പം മാത്സും അടങ്ങിയ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ അദ്ദേഹം എഴുതി. ഫിസിക്സിൽ നല്ല സ്കോർ കിട്ടിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഓക്സ്ഫോർഡിൽ അഡ്മിഷൻ കിട്ടി. അതിനുശേഷം അദ്ദേഹത്തിന്റെ 17ാമത്തെ വയസ്സിൽ അദ്ദേഹം അങ്ങനെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നാച്ചുറൽ സയൻസും ഫിസിക്സിൽ സ്പെഷ്യലൈസേഷനുമായിട്ട് അവിടെ ചേർന്നു. ഓക്സ്ഫോർഡിലെ യൂണിവേഴ്സിറ്റി കോളേജിലാണ് അദ്ദേഹം ജോയിൻ ചെയ്തത്. അദ്ദേഹത്തിന്റെ അച്ഛനും അതേ കോളേജിൽ തന്നെയാണ് പഠിച്ചിരുന്നത്. രണ്ടാമത്തെ വർഷം ആദ്യത്തെ വർഷം അദ്ദേഹത്തിന് ചെറിയ ഒരു പൊരുത്തപ്പെടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും രണ്ടാമത്തെ വർഷം അദ്ദേഹം അവിടെ പോപ്പുലറായി. അപ്പൊ ഇനി നമുക്ക് ലെസണിലേക്ക് പോകാം. Hawking went to Oxford to study natural science and to specialize in physics. He joined University College, the oldest at Oxford, founded in 1249 AD. His father had studied there. അപ്പോൾ ഓക്സ്ഫോർഡ് സമുച്ചയത്തിനകത്തുള്ള യൂണിവേഴ്സിറ്റി കോളേജിലാണ് അദ്ദേഹം ജോയിൻ ചെയ്തത്. For about 1 year, Hawking was lonely and bored. He did not feel any inspiration to do well in his academics. But by the middle of the second year, he began enjoying Oxford. പക്ഷെ രണ്ടാമത്തെ വർഷം അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ എൻജോയ് ചെയ്യാൻ തുടങ്ങി. He became popular and was well accepted by his peers. Peers എന്ന് പറഞ്ഞാൽ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്നാണ് അർത്ഥം. അങ്ങനെ രണ്ടാമത്തെ വർഷം അദ്ദേഹം അവിടെ വളരെ പോപ്പുലർ ആയി. അദ്ദേഹത്തിന്റെ കൂട്ടുകാരുടെ ഇടയ്ക്കും അദ്ദേഹം വളരെ സ്വീകാര്യനായി മാറി. He was lively, buoyant and adaptable. അദ്ദേഹം വളരെ ലൈവ്ലി ആയി, എനർജറ്റിക് ആയി, ബോയന്റ് എന്ന് പറഞ്ഞാൽ തിളക്കമുള്ള ഒരു വ്യക്തിത്വമായി മാറി. അവിടെ ആ പുതിയ സാഹചര്യവുമായി അദ്ദേഹം നന്നായിട്ട് പൊരുത്തപ്പെടുകയും ചെയ്തു. He had long hair. He was famous for his wit. He liked classical music and science fiction. അദ്ദേഹത്തിന് നീണ്ട മുടിയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബുദ്ധിയുടെ കാര്യത്തിൽ അദ്ദേഹം അവിടെ വളരെ പ്രസിദ്ധനായി മാറി. അദ്ദേഹത്തിന് ക്ലാസിക്കൽ മ്യൂസിക്കിലും സയൻസ് ഫിക്ഷൻ നോവൽസ് അല്ലെങ്കിൽ ശാസ്ത്ര നോവലുകളിലും അദ്ദേഹത്തിന് താല്പര്യമുണ്ടായി. ഹി ടുക്ക് പാർട്ട് ഇൻ സ്പോർട്സിലും അദ്ദേഹം പങ്കെടുത്തു ആ സമയത്ത്. അതിനുശേഷം ബൈ ദ എൻഡ് ഓഫ് ദ തേർഡ് ഇയർ ഹൗഎവർ തിങ്സ് വെർ ബാഡ് ഫോർ ഹോക്കിങ്സ്. എന്നാൽ മൂന്നാമത്തെ വർഷം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. എന്തായിരുന്നു അത്? നമുക്ക് നോക്കാം. He selected theoretical physics as his speciality. അദ്ദേഹം തിയററ്റിക്കൽ ഫിസിക്സ് അല്ലെങ്കിൽ സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രം, അതായത് ഫിസിക്സിന്റെ തിയറീസ്, പ്രാക്ടിക്കൽ അല്ല തിയറി, ആ ഒരു സബ്ജക്ട് അദ്ദേഹം സ്പെഷ്യലൈസേഷന് വേണ്ടി തിരഞ്ഞെടുത്തു. And he had then applied to do a PhD at Cambridge. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അതേ സമയം തന്നെ അദ്ദേഹം PhDക്ക് അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ഡോക്ടറേറ്റ്. PhD എന്ന് പറഞ്ഞാൽ ഡോക്ടറേറ്റ് ഇൻ ഫിലോസഫി എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതിനുശേഷം he was accepted on condition that he got a first from Oxford. അപ്പോൾ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് ജോയിൻ ചെയ്യണം എങ്കിൽ അതിനുള്ള കണ്ടീഷൻ ഓക്സ്ഫോർഡിൽ നിന്നും അദ്ദേഹത്തിന് ഒരു ഫസ്റ്റ് പൊസിഷൻ കിട്ടുക എന്നായിരുന്നു. ഫസ്റ്റ് പൊസിഷൻ കിട്ടിയാൽ മാത്രമേ അദ്ദേഹത്തിന് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. Hawking thought that he could get through it successfully, but as the examination came, his confidence failed.
Hawking got only borderline marks between a first and a second. പക്ഷെ എക്സാമിനേഷൻ അടുത്തപ്പോൾ അദ്ദേഹത്തിന് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് എക്സാം ഒരു ചെറിയ ബുദ്ധിമുട്ട് ആയിരുന്നു. അങ്ങനെ അദ്ദേഹം റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് ഫസ്റ്റ് പൊസിഷൻ, വളരെ ചെറിയ പോയിന്റിന് ഫസ്റ്റ് പൊസിഷൻ നഷ്ടമായി. ആ ഫസ്റ്റിന്റെയും സെക്കൻഡിന്റെയും ഇടയ്ക്കുള്ള ഒരു ബോർഡർ ലൈൻ മാർക്കാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? As he had only a borderline result, his examiners called him for an interview and asked him about his plans. ബോർഡർലൈൻ മാർക്സ് കിട്ടിയതുകൊണ്ട് അദ്ദേഹത്തിന്റെ എക്സാമിനേഴ്സ് ഒരു ഇന്റർവ്യൂവിന് വിളിച്ചു. എന്താണ് അദ്ദേഹത്തിന്റെ പ്ലാൻ എന്ന് ചോദിച്ചു. അപ്പോൾ he told the examiners boldly, if I get a first, I shall go to Cambridge. If I receive a second, I will remain at Oxford. So I expect that you will give me a first. അദ്ദേഹം വളരെ ധൈര്യത്തോടു കൂടി ഇന്റർവ്യൂ ബോർഡിനോട് പറഞ്ഞു, എനിക്ക് ഫസ്റ്റ് കിട്ടുവാണെങ്കിൽ എനിക്ക് കേംബ്രിഡ്ജിലേക്ക് പോകാൻ പറ്റും. പക്ഷെ എനിക്ക് സെക്കൻഡ് ആണെങ്കിൽ ഞാൻ ഓക്സ്ഫോർഡിൽ തന്നെ റിമെയിൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാനൊരു ഫസ്റ്റ് പ്രതീക്ഷിക്കുന്നു എന്ന് ധൈര്യമായി എക്സാമിനേഴ്സിനോട് പറഞ്ഞു. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ആൻഡ് he got his first. എക്സാമിനേഴ്സിന് ആ ഒരു മറുപടിയിൽ തൃപ്തിയാവുകയും അവര് അദ്ദേഹത്തിന് ഫസ്റ്റ് പൊസിഷൻ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് ജോയിൻ ചെയ്തു. His first year at Cambridge was worse than that at Oxford. ആദ്യത്തെ വർഷം വളരെ ബുദ്ധിമുട്ടായിരുന്നു അദ്ദേഹത്തിന്. His poor mathematical background troubled him. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന് മാത്തമാറ്റിക്സിൽ പരിശീലനം കിട്ടാത്തതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്സ് അദ്ദേഹത്തിന് കേംബ്രിഡ്ജിൽ ബുദ്ധിമുട്ടായിട്ട് മാറി. He found general relativity extremely tough. ജനറൽ റിലേറ്റിവിറ്റി എന്ന ഐൻസ്റ്റീന്റെ ടോപ്പിക്ക് അദ്ദേഹത്തിന് വളരെ ടഫായിട്ട് തോന്നി. ജനറൽ റിലേറ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് റിലേറ്റിവിറ്റി തിയറിയാണ്, അല്ലെങ്കിൽ പൊതു ആപേക്ഷിക സിദ്ധാന്തം. അതായത് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു പഠന ശാഖയാണത്. ഐൻസ്റ്റീന്റെ റിലേറ്റിവിറ്റി തിയറിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മൾ എൻജോയ് ചെയ്യുന്ന GPS സിസ്റ്റം ഒക്കെ നിലവിൽ വന്നിരിക്കുന്നത്. അടുത്ത് there was even a bigger problem. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നവും കൂടി ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? During his third year, he had started getting a bit careless. മൂന്നാമത്തെ വർഷം അദ്ദേഹം ഇത്തിരി ഉഴപ്പി. He had fallen once or twice. ഉഴപ്പി എന്നല്ല, അദ്ദേഹം ഇത്തിരി ബുദ്ധിമുട്ടിലേക്ക് പോയി. എന്തായിരുന്നു അത്? He had fallen twice or once or twice for no apparent reason. അദ്ദേഹത്തിന് എന്തോ ഒരു ശാരീരിക ബുദ്ധിമുട്ട് അലട്ടാൻ തുടങ്ങി. ഒരു കാരണവുമില്ലാതെ അദ്ദേഹത്തിന് 1-2 വീഴ്ചകൾ ഉണ്ടായി. Soon he had trouble tying his shoes and sometimes he had difficulty in talking. കാലിലെ ഷൂലേസ് കെട്ടാനും സംസാരിക്കാനും ഒക്കെ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട് തോന്നി തുടങ്ങി. In 1963, shortly after his 21st birthday, he got a rare disease, amyotrophic lateral sclerosis. അദ്ദേഹത്തിന്റെ 21ാമത്തെ ബർത്ത്ഡേക്ക് ശേഷം അദ്ദേഹത്തിന് ഒരു അപൂർവ ഒരു രോഗം പിടിപെട്ടു. ആ രോഗത്തിന്റെ പേരായിരുന്നു അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലീറോസിസ് എന്നൊരു റെയർ ആയിട്ടുള്ള ഒരു രോഗം അദ്ദേഹത്തിന് പിടിപെട്ടു. ഫോർ വിച്ച് ദർ വാസ് നോ നോൺ കെയർ. ഒരു ചികിത്സ പോലും ആ രോഗത്തിന് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. It caused the gradual disintegration of the nerve cells in the spinal cord and the brain. അതായത് സ്പൈനൽ കോഡിലും നാഡീവ്യൂഹത്തിലെ നാഡീ കോശങ്ങൾ നശിച്ചു പോകുന്ന ഒരു അസുഖമായിരുന്നു അത്. He went to a deep depression. അദ്ദേഹം വളരെ ഒരു ഡിപ്രഷനിലേക്ക്, വിഷാദത്തിലേക്ക് വഴുതി വീണു. He did not know what to do and what his future would be. അദ്ദേഹത്തിന്റെ ഭാവി എന്തായി തീരുമെന്ന് പോലും അദ്ദേഹത്തിന്റെ രൂപവും ഇല്ലാതായി മാറി. He said that his dreams at that time were very confused. അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെല്ലാം വളരെ കൺഫ്യൂസ്ഡ് ആയി മാറി. Before his condition was diagnosed, he was bored with life. അദ്ദേഹത്തിന്റെ ജീവിതം ബോറായി തുടങ്ങി. But after he came out of the hospital, he dreamt that he was going to be executed. ഹോസ്പിറ്റലിൽ നിന്ന് അദ്ദേഹം പുറത്തു വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ മരണം അടുത്തു എന്നാണ് അദ്ദേഹത്തിന് തോന്നിയത്. He realized that there were a lot of important things to do if he was given a reprieve, more time to live.
അദ്ദേഹത്തിന് തോന്നി ഒരല്പം കൂടി സമയം അദ്ദേഹത്തിന് ജീവിക്കാൻ ലഭിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാമായിരുന്നു എന്നൊരു മാനസികാവസ്ഥ അദ്ദേഹത്തിൽ വന്നു ചേർന്നു. Another recurring dream he used to have was sacrificing his life to save others. അദ്ദേഹത്തിന് മറ്റൊരു സ്വപ്നം ഉണ്ടായിരുന്നു, അതായത് മനുഷ്യരാശിക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാക്കി കൊടുക്കണം, മനുഷ്യരാശിക്ക് സ്വന്തം ജീവിതം കൊണ്ട് ഒരു കോൺട്രിബ്യൂഷൻ, ഒരു സംഭാവന കൊടുക്കണമെന്ന് അദ്ദേഹത്തിന് അതിയായ ഒരു മോഹം ആ സമയത്ത് തോന്നി. If he was going to die, he thought he should do some good things. മരിക്കുന്നതിന് മുമ്പ് നല്ല കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. The doctors thought his condition would stabilize, but it went from bad to worse. ഡോക്ടർമാര് വിചാരിച്ചു അദ്ദേഹം ഒന്ന് സ്റ്റേബിൾ ആവും, ഒന്ന് ശരിയായി വരുമെന്ന് ഡോക്ടേഴ്സ് വിചാരിച്ചുവെങ്കിലും മോശത്തിൽ നിന്ന് വളരെ മോശത്തിലേക്ക് അദ്ദേഹത്തിന്റെ കണ്ടീഷൻ നീങ്ങി. They told him that he had only 2 years to live. ഡോക്ടർമാര് പറഞ്ഞു ഇനി ഒരു 2 വർഷം കൂടി മാത്രമേ അദ്ദേഹത്തിന് ജീവിതം ഉണ്ടാവുകയുള്ളൂ എന്ന്. 2 years passed. പക്ഷെ 2 വർഷം കഴിഞ്ഞു. The disease slowed on. അദ്ദേഹത്തിന്റെ രോഗം കുറയാൻ തുടങ്ങി. He did not die. ഡോക്ടർമാര് പറഞ്ഞതുപോലെ അദ്ദേഹം മരിച്ചില്ല. He said that although a cloud was hanging over his future, he was enjoying the present more than before. അദ്ദേഹത്തിന്റെ ഭാവിക്ക് മുകളിൽ കാർമേഘം മൂടിക്കിടക്കുവാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസന്റ് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ വർത്തമാനകാലം അദ്ദേഹം എൻജോയ് ചെയ്യാൻ തുടങ്ങി. Hawkins was getting some more time to live and life was precious. അങ്ങനെ അദ്ദേഹത്തിന് ജീവിതം ഇത്തിരി മുന്നോട്ട് നീക്കി കിട്ടിയ ഒരു അവസ്ഥയായിരുന്നു. ജീവിതത്തിന്റെ വില ശരിക്കും മനസ്സിലായ ഒരു സമയമായിരുന്നു. Just before Hawking entered the hospital for tests, he met Jane Wilde at a New Year's party at Saint Albans. Saint Albansന്റെ ഒരു ന്യൂ ഇയർ പാർട്ടിയിൽ വെച്ച് അദ്ദേഹം ജെയിൻ വൈൽഡ് എന്ന ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. ഷീ തോട്ട് ഹോക്കിൻസ് വാസ് വെരി ഇന്റലിജന്റ്. അവള് മനസ്സിലാക്കുന്നു ഹോക്കിൻസ് വളരെ ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണെന്ന്. എക്സെൻട്രിക് ആൻഡ് റാദർ അരഗന്റ്. എക്സെൻട്രിക് എന്ന് പറഞ്ഞാല് വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. യാതൊരു അരഗൻസും ഇല്ലാത്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അരഗൻസ് എന്ന് പറഞ്ഞാൽ അഹങ്കാരം. അങ്ങനെ ഒരു അഹങ്കാരവും ഇല്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന് ജെയിൻ വൈൽഡ് മനസ്സിലാക്കുന്നു. ബട്ട് ഹി വാസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഷീ ലൈക്ക് ഹിസ് വിറ്റ്. അദ്ദേഹം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു മനുഷ്യനാണ് എന്നും അദ്ദേഹം വിറ്റ്, WIT, വിറ്റ് എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണ് അർത്ഥം. അദ്ദേഹത്തിന്റെ ബുദ്ധി സാധാരണക്കാരുടെ ബുദ്ധിയല്ല, ഒരു വിശിഷ്ടനായ തലച്ചോറിന് ഉടമയാണ് അദ്ദേഹമെന്ന് ജെയിൻ വൈൽഡ് മനസ്സിലാക്കി. When Jane met him after his discharge from the hospital, he was in a sad state. ജെയിൻ വൈൽഡ് അദ്ദേഹം ഡിസ്ചാർജ് ആയി വരുന്ന സമയത്ത് ജെയിൻ വൈൽഡ് അദ്ദേഹത്തെ മീറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം വളരെ ദുഃഖിതനായിരുന്നു എന്ന് ആ കുട്ടി മനസ്സിലാക്കി. She felt that he had lost his will to live and he was very confused. അദ്ദേഹത്തിന് ജീവിക്കാനുള്ള ആഗ്രഹം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം വളരെയധികം കൺഫ്യൂസ്ഡ് ആണെന്നും ജെയിൻ വൈൽഡ് മനസ്സിലാക്കി. She was not put off by his physical or mental condition. അദ്ദേഹത്തിന്റെ ഫിസിക്കൽ കണ്ടീഷനും അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയിലൊന്നും അവൾ തളർന്നു പോയില്ല. She was a shy teenager with a strong faith in God. വളരെയധികം ഷൈ ആയ അല്ലെങ്കിൽ നാണം കുണുങ്ങിയായ ഒരു ടീനേജർ ആയിരുന്നു ജെയിൻ വൈൽഡ്. പക്ഷെ അവൾക്ക് ആഴമേറിയ ദൈവഭക്തി ഉണ്ടായിരുന്നു. This faith was ingrained in by her mother. അവളുടെ അമ്മയിൽ നിന്നാണ് അവൾക്ക് ദൈവഭക്തി ഉണ്ടായത്. Jane believed that good can come out of any of the adversity. ഏതൊരു ദുരിതപൂർണമായ അവസ്ഥയിൽ നിന്നും നന്മ അല്ലെങ്കിൽ നല്ലത് ഉണ്ടായി വരുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. Hawkins liked her optimism and their friendship grew. അങ്ങനെ ഹോക്കിൻസും ജെയിൻ വൈൽഡുമായിട്ടുള്ള സൗഹൃദം അങ്ങനെ നീണ്ടുപോകാൻ തുടങ്ങി. They thought that together they could make something good. അവര് ഉറപ്പിച്ചു അവർക്ക് ഒരുമിച്ച് നിന്ന് ഇനിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊരു ഘട്ടത്തിലേക്ക് അവർ എത്തിച്ചേർന്നു. അതിനുശേഷം
ഫോർ സ്റ്റീഫൻ ഇറ്റ് മെയ്ഡ് എ ബിഗ് ഡിഫറൻസ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുകയായിരുന്നു. ഹി അപ്ലൈഡ് ഫോർ എ റിസർച്ച് ഫെലോഷിപ്പ് അറ്റ് കെയ്സ്, വൺ ഓഫ് ദ കോളേജസ് ഓഫ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിക്കകത്തുള്ള കൈസ് എന്ന ഒരു സ്ഥലത്തുള്ള ഒരു കോളേജിലേക്ക് അദ്ദേഹം റിസർച്ച് ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്തു. In 1965, when he was 23, he received his fellowship at Case. കേസില് അദ്ദേഹത്തിന്റെ 23ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഫെല്ലോഷിപ്പ് കിട്ടുന്നു. ഫെല്ലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മയാണ് ഉദ്ദേശിക്കുന്നത്. In July 1965, he married Jane. ജൂലൈ 1965 അദ്ദേഹം ജെയിനിനെ മാരി ചെയ്തു. People remember Hawking moving about in the university with a cane, supporting himself against the wall. ആൾക്കാർ ഓർക്കുന്നുണ്ടായിരുന്നു സ്റ്റീഫൻ ഹോക്കിൻസ് ഒരു കെയിൻ, അതായത് ഒരു വടി ഊന്നി ആ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ചുവരുകളിൽ പിടിച്ച് മെല്ലെ നടന്നു പോകുന്ന ഒരു ചിത്രം പലരുടെയും മനസ്സിലുണ്ട്. He spoke with a slight speech impediment. ഇംപെഡിമെന്റ് എന്ന് പറഞ്ഞാൽ തടസ്സം എന്നാണ് അർത്ഥം. അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. People remember his brashness in sessions in which some of the most distinguished scientists spoke. ശാസ്ത്രജ്ഞന്മാരുടെ സെഷൻസിൽ അല്ലെങ്കിൽ ചർച്ചകളിൽ അദ്ദേഹം വളരെ ധൈര്യത്തോടു കൂടിയാണ് സംസാരിച്ചിരുന്നത്. ബ്രാഷ്നെസ് എന്ന് പറഞ്ഞാൽ അസാധാരണമായ ധൈര്യം എന്നാണ് അർത്ഥം. While other young researchers kept silent, Hawking daringly asked unexpected questions. മറ്റ് ചെറുപ്പക്കാരായിട്ടുള്ള സയന്റിസ്റ്റ്സ് ഒക്കെ മിണ്ടാതിരിക്കുന്ന അവസരങ്ങളിൽ വളരെ ധൈര്യത്തോടു കൂടി ആരും പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾ സ്റ്റീഫൻ ഹോക്കിൻസ് ചോദിക്കുമായിരുന്നു. He knew what he was talking about. His reputation as a genius and another Einstein began then. അദ്ദേഹം എന്താണ് ചോദിക്കുന്നത് എന്നതിനെ പറ്റി അദ്ദേഹത്തിന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. ആ സമയം മുതലാണ് മറ്റൊരു ഐൻസ്റ്റീൻ എന്ന ഒരു തലത്തിലേക്ക് അദ്ദേഹം ഉയർന്നു വന്നത്. In 1980, a practical need for funds made him start a new enterprise. 1980 പണത്തിന്റെ ആവശ്യം വന്നു. അപ്പൊ അദ്ദേഹം ഒരു പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തു. എന്തായിരുന്നു അത്? It was to have a far-reaching impact on the Hawkins and others in the world. ഈ ഒരു സംരംഭം ഹോക്കിൻസ് ദമ്പതിമാർക്കും ലോകത്തിൽ തന്നെയും ഒരു വലിയ ഒരു ഇൻഫ്ലുവൻസ്, ഒരു ഇമ്പാക്ട്, അതായത് ഒരു സ്വാധീനം ചെലുത്തിയ ഒരു സംഭവമായിരുന്നു. എന്തായിരുന്നു അത്? He thought of writing a book about universe. പ്രപഞ്ചത്തെ പറ്റി ഒരു പുസ്തകം എഴുതുക എന്നുള്ളതായിരുന്നു ആ ഒരു സംരംഭം. He wanted to write about the most interesting questions that had made him study cosmology and quantum theory. ചില വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് അദ്ദേഹത്തെ യൂണിവേഴ്സിനെ പറ്റി പഠിക്കാൻ, കോസ്മോളജി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചശാസ്ത്രം, കോസ്മോളജിയും ക്വാണ്ടം തിയറി, അതായത് ഊർജ്ജകണ സിദ്ധാന്തം, അതായത് പ്രകാശം എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് കണങ്ങളാണ് എന്നുള്ള ഒരു സിദ്ധാന്തമാണ് ക്വാണ്ടം തിയറി. ഈ ഒരു കാര്യങ്ങളെയൊക്കെ പറ്റി അദ്ദേഹത്തിനെ വളരെയധികം ഇൻട്രസ്റ്റ് ആക്കിയ ചോദ്യങ്ങളും അതിന്റെയൊക്കെ ഉത്തരങ്ങളും അടങ്ങുന്ന ഒരു പുസ്തകമാണ് അദ്ദേഹം എഴുതാൻ തീരുമാനിച്ചത്. Where did the universe come from? ഈ പ്രപഞ്ചം എങ്ങനെയാണോ ഉണ്ടായത്? Is it infinite? അത് അനന്തമാണോ, അറ്റമില്ലാത്തതാണോ അത്? Does it have any boundaries? അതിന് അതിരുകളുണ്ടോ? Will it come to an end? എന്തെങ്കിലും പ്രപഞ്ചം നശിക്കുമോ? If so, how? എങ്ങനെയായിരിക്കും അത് സംഭവിക്കുക? Is there a complete theory of the universe and everything in it? പ്രപഞ്ചത്തെ പറ്റി മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു തിയറി ഉണ്ടോ? Is there a beginning of time? സമയത്തിനൊരു ഉത്ഭവമുണ്ടോ? Could time run back? സമയത്തിന് പുറകിലേക്ക് സഞ്ചരിക്കാൻ പറ്റുമോ? The book begins by recounting the great theories of the cosmos from Newton to Einstein. ആദ്യകാലത്തിലുള്ള പ്രപഞ്ചത്തെ പറ്റി റിസർച്ച് ചെയ്ത സയന്റിസ്റ്റായ ന്യൂട്ടൺ മുതൽ ഐൻസ്റ്റീൻ വരെയുള്ള കാര്യങ്ങൾ അടങ്ങുന്നതായിരുന്നു ഈ പുസ്തകം. His purpose in writing the book was to make science understandable to non-scientists. അദ്ദേഹം ഈ പുസ്തകം എഴുതിയതിന്റെ ഉദ്ദേശം ശാസ്ത്രജ്ഞരല്ലാത്തവർക്ക് സിമ്പിൾ ലാംഗ്വേജിൽ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു.
He completed the first draft in 1984. As he was revising it, he went to Switzerland. ആ പുസ്തകത്തിന്റെ ആദ്യത്തെ പ്രതി അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തത് 1984 ആ സമയത്ത് അദ്ദേഹത്തിന് സ്വിറ്റ്സർലൻഡിലേക്ക് പോകേണ്ടി വന്നു. There he caught pneumonia and was on a life supporting system. അവിടെ വെച്ച് അദ്ദേഹത്തിന് ഗുരുതരമായ ന്യൂമോണിയ പിടിപെട്ടു. അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ അപകടത്തിലായി. ഒരു ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിലാണ് അദ്ദേഹം ജീവിക്കേണ്ടി വന്നത്. ഡോക്ടേഴ്സ് സജസ്റ്റഡ് എ ട്രാക്കിയോട്ടമി ഓപ്പറേഷൻ. ഡോക്ടേഴ്സ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായി ഒരു ട്രാക്കിയോട്ടമി ഓപ്പറേഷൻ ആണ് സജസ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ അതായത് നമ്മുടെ ശ്വാസം കടന്നു പോകുന്ന വിൻ പൈപ്പ് അത് എടുത്തു മാറ്റുക എന്നുള്ള ഒരു ശസ്ത്രക്രിയയാണ് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തത്. ദിസ് വുഡ് റിസൾട്ട് ഇൻ ദ റിമൂവൽ ഓഫ് ഹിസ് വിൻഡ് പൈപ്പ്. അതായത് നമ്മുടെ ശ്വാസനാളം തന്നെ എടുത്തു മാറ്റേണ്ട ഒരു സർജറി ആയിരുന്നു അത്. It might save his life, but he would never again speak or even make a vocal sound. ഈ ഒരു സർജറിയിലൂടെ അദ്ദേഹത്തിന് ജീവൻ രക്ഷപ്പെടും. പക്ഷെ പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന് വായിൽ നിന്നും ഒരു ശബ്ദം ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയായി വരും. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഓപ്പറേഷൻ കഴിഞ്ഞു. അതിനുശേഷം ഹോക്കിൻ കുഡ് നോ ലോങ്ങർ ബ്രീത്ത് ത്രൂ ഹിസ് മൗത്ത് ആൻഡ് നോസ്. ആ വിൻ പൈപ്പ് മാറ്റിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ വായിലൂടെയോ മൂക്കിലൂടെയോ ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയായി മാറി. സോ എ പെർമനന്റ് ഓപ്പണിംഗ് വാസ് മെയ്ഡ് ഇൻ ഹിസ് ത്രോട്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ത്രോട്ടിൽ അല്ലെങ്കിൽ തൊണ്ടയിൽ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കേണ്ടതായിട്ട് വന്നു. After many weeks of intensive care, he went home to join Jane and their 3 children. അങ്ങനെ ആഴ്ചകളുടെ ചികിത്സയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിലെ താമസത്തിന് ശേഷം അദ്ദേഹം തന്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോയി. He was too weak and ill to continue his research. അദ്ദേഹത്തിന്റെ റിസർച്ച് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത വിധം അദ്ദേഹം അത്രയും ക്ഷീണിതനായി. Walt Wolters, a computer expert in California, sent him a program he had developed. ആ സമയത്താണ് വോൾട്ട് വോൾട്ടേഴ്സ് എന്ന പേരുള്ള ഒരു കാലിഫോർണിയൻ കമ്പ്യൂട്ടർ എക്സ്പേർട്ട് അദ്ദേഹത്തിനെ സഹായിക്കാനായി ഒരു പ്രോഗ്രാമുമായി മുന്നോട്ട് വന്നത്. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് വന്നത്. ഇറ്റ് വാസ് കോൾഡ് ദ ഈക്വലൈസർ. ഈക്വലൈസർ എന്നായിരുന്നു അതിന്റെ പേര്. It would allow Hawkins to select words from the scene. സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു സ്ക്രീനിൽ നോക്കി അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന വാക്കുകൾ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ ടെക്നിക്കായിരുന്നു അത്. Hawkins thought he would not be able to complete his book, but with the support of his student Brian Witt, a brief history of time was published in 1988. തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഒരിക്കലും കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച ഒരു പുസ്തകമായിരുന്നു അത്. ഈ ഒരു സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയും അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റായ ബ്രയൻ വിറ്റിന്റെ സഹായത്തോടു കൂടിയും അദ്ദേഹം 1988 ആ പുസ്തകം പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിന്റെ പേര് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം അല്ലെങ്കിൽ കാലത്തിന്റെ സംക്ഷിപ്ത ചരിത്രം എന്ന പേരിലുള്ള ആ പുസ്തകം പബ്ലിഷായി. ആൻഡ് in September 2005, an abridged version of the original book was published. 2005 അതിന്റെ ഒരു സംഗ്രഹ രൂപത്തിലുള്ള ആ പുസ്തകം പ്രസിദ്ധീകരിച്ചു. This version was updated to include the new issues that had arisen due to further scientific developments. 2005 പ്രസിദ്ധീകരിച്ച ആ ബുക്കില് പുതിയ സയന്റിഫിക് ഡെവലപ്മെന്റ്സിന്റെ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇൻ ദ ബുക്ക് വി ക്യാൻ സീ എ നമ്പർ ഓഫ് പാരഡോക്സസ്. ഈ ബുക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബുക്കിൽ ധാരാളം പാരഡോക്സസ് നമുക്ക് കാണാം. പാരഡോക്സ് എന്ന് പറഞ്ഞാൽ വിരോധാഭാസം അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നതിനും വിപരീതമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഈ ബുക്കിലുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. In science and with people, things are often not what they seem. ശാസ്ത്രത്തിലും മനുഷ്യരിലും നമ്മൾ കാണുന്ന പോലെയല്ല യഥാർത്ഥ കാര്യങ്ങൾ. രണ്ടാമത്, പീസസ് ദാറ്റ് ought to fit together refuse to do so. യോജിക്കുമെന്ന് വിചാരിക്കുന്ന പീസുകൾ യോജിക്കുന്നില്ല. You will learn that beginnings may be endings.
തുടക്കമെന്ന് വിചാരിക്കുന്ന പലതും അവസാനങ്ങളായിരിക്കും. Cruel circumstances can lead to happiness, although fame and success may not. ക്രൂരമായിട്ടുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ സന്തോഷമുണ്ടാക്കുകയും എന്നാൽ പ്രസിദ്ധിയും വിജയവും ഒന്നും സന്തോഷം ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയും കാണുന്നു. അടുത്തത്, 2 great scientific theories taken together seem to give us nonsense. 2 വലിയ ശാസ്ത്ര തത്വങ്ങൾ ചേരുമ്പോൾ ഒരു മണ്ടത്തരമായിട്ട് മാറുന്ന ഒരു വിരോധാഭാസവും നമുക്ക് ഈ ബുക്കിൽ കാണാം. എംപ്റ്റി സ്പേസ് ഇസ് നോട്ട് എംപ്റ്റി. ഒന്നുമില്ലാന്ന് ശൂന്യത എന്ന് വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ ശൂന്യത അല്ല. ബ്ലാക്ക് ഹോൾസ് ആർ നോട്ട് ബ്ലാക്ക്. ബ്ലാക്ക് ഹോൾസ് ബ്ലാക്ക് അല്ല, അല്ലെങ്കിൽ തമോഗർത്തങ്ങളുടെ നിറം കറുപ്പല്ല. അങ്ങനെ പല വിരോധാഭാസങ്ങളും ഈ ബുക്കിൽ പ്രതിപാദിക്കുന്നു. It is a miracle that Hawking was able to achieve everything he has. അതൊരു ശരിക്കും ഒരു അത്ഭുതമായിരുന്നു അദ്ദേഹത്തിന് ആഗ്രഹപ്രകാരം ആ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിച്ചത്. When we experience his intelligence and humor, we tend to take his unusual mode of communication and his terrible physical problems very lightly. അദ്ദേഹത്തിന്റെ ബുദ്ധിയും കഴിവുമൊക്കെ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഫിസിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഒരു പ്രശ്നമേ ആണെന്ന് നമുക്ക് പറയാൻ തോന്നില്ല. അത്രയ്ക്കും അദ്ദേഹത്തിന് ശരീരത്തിന് പല പരിമിതികളും ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് പരിമിതികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. That is exactly what he wants. അത് തന്നെയാണ് അദ്ദേഹം ലോകത്തിനെ കാണിച്ചു കൊടുക്കാനും ആഗ്രഹിച്ചത്. He chooses to ignore the difficulty and he expects others to have the same attitude. ബുദ്ധിമുട്ടുകളെ അദ്ദേഹം അവഗണിക്കുകയാണ് ചെയ്തത്. മറ്റുള്ളവരും അങ്ങനെ തന്നെ ആവണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. Hawking has overcome his crippling disease to become a shining star of physics. അദ്ദേഹത്തിന് എല്ലാത്തിലും തടസ്സം നിൽക്കുന്ന ആ ഒരു രോഗം അദ്ദേഹം ഒട്ടും വില കൊടുക്കാതെ അദ്ദേഹം ഫിസിക്സിന്റെ ലോകത്തിൽ ഒരു തിളങ്ങുന്ന നക്ഷത്രമായിട്ട് തന്നെ മാറി. ഇത്രയുമാണ് ഈ ലെസണിൽ വരുന്നത്. പക്ഷെ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്സ് 2018 മരിക്കുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും. അദ്ദേഹം 76ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. ഇവിടെ ഓതറിനെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ലെസണിന്റെ ഓതർ കിറ്റി ഗെയിൽ ഫെറൂക്സൺ ആണ്. ഷീ ഈസ് എ സയൻസ് റൈറ്റർ, ലെക്ചറർ ആൻഡ് എ പ്രൊഫഷണൽ മ്യൂസീഷ്യൻ. അവർ ഒരു ശാസ്ത്ര ഗ്രന്ഥങ്ങൾ എഴുതുന്ന ഒരു എഴുത്തുകാരിയും ഒരു മ്യൂസീഷ്യനുമാണ്. ഷീ വാസ് റിട്ടൺ മെനി സയൻസ് ബുക്സ് ആൻഡ് ബയോഗ്രഫീസ്. ധാരാളം ജീവചരിത്രങ്ങളും സയൻസ് ബുക്കുകളും കിറ്റി ഗെയിൽ ഫെർഗ്യൂസൺ എഴുതിയിട്ടുണ്ട്. ഹെർ വർക്ക്സ് ആർ നോൺ ഫോർ ദർ ഡീറ്റെയിൽസ് ആൻഡ് ആക്യുറസി. വളരെയധികം സ്പഷ്ടവും വ്യക്തവുമായിട്ടുള്ള എഴുത്താണ് ഈ എഴുത്തുകാരിയുടേത്. ഷീ ഈസ് നോൺ ഫോർ ഹെർ സിമ്പിൾ എക്സ്പ്ലനേഷൻ ഓഫ് കോംപ്ലിക്കേറ്റഡ് സയന്റിഫിക് പ്രിൻസിപ്പിൾസ്. വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ശാസ്ത്രീയ തത്വങ്ങളെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു തരാനുള്ള കഴിവുള്ള ഒരു എഴുത്തുകാരിയാണ് കെയ്റ്റ് ഗെയിൽ ഫെർഗ്യൂസൺ. ഇത്രയുമാണ് ഈ ലെസണിന്റെ എക്സ്പ്ലനേഷൻ. ഇനി അടുത്ത വീഡിയോയിൽ ഈ ലെസണിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതിന്റെ ഉത്തരങ്ങളും നമുക്ക് അർത്ഥം മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കാം. താങ്ക് യു.